ഈ പോക്ക് പോവുകയാണ് എങ്കിൽ മാങ്കുട്ടം രക്ഷപ്പെടും. പോലീസിന് പോലും അവർ ഗുരുതരമായ വകുപ്പുകൾ എഴുതിച്ചേർത്ത് തയ്യാറാക്കി കോടതിക്ക് മുന്നിൽ സമർപ്പിക്കാനിരിക്കേണ്ടുന്ന എല്ലാ എഫ്ഐആറുകളും വെട്ടിനിർത്തേണ്ടുന്ന തരത്തിലേക്കാണ് അതിശക്തമായ തെളിവുകളുമായിട്ട് മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഒറ്റ ഹർജിയുമായി കോടതി കയറുന്നത്. അതുമാത്രമല്ല, മാങ്കൂട്ടം ഒളിവിലാണ് എന്ന് പറയുമ്പോഴും അദ്ദേഹം പാലക്കാട് തന്നെ ഉണ്ട് എന്നാണ് പുതിയ വാർത്തകളും പരക്കുന്നത്. ഇതൊക്കെ തന്നെ താൻ നിയമത്തിന് അതീതമായി ഒന്നും ചെയ്തിട്ടില്ല എന്നതിനെ ഊട്ടി ഉറപ്പിക്കുന്ന ഒന്നായി ഒടുക്കം മാറുകയും ചെയ്യുകയാണ്. രാഹുൽ അപരാധിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം എന്നതിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ വാദഗതികളെയും പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് മുൻകൂർ ജാമ്യ അപേക്ഷ നൽകുന്നത്. ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് രാഹുൽ മുൻകൂർ ജാമ്യ ഹർജി നൽകുകയാണ്. പരാതിക്കാരിയായ യുവതിയുമായി ദീർഘകാലമായി സൗഹൃദമുണ്ട് എന്നാണ് ഈ ഹർജിയിൽ അദ്ദേഹം പറയുന്നത്. യുവതി ആരോപിക്കുന്നത് പോലെ ബലാത്സംഗം ചെയ്തിട്ടില്ല, ഗർഭചിത്രം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതുമാണ്, അന്വേഷണവുമായി സഹകരിക്കുമെന്നും ജാമ്യം അനുവദിക്കണമെന്നുമൊക്കെയാണ് ആവശ്യമായിട്ട് പറയുന്നത്. ഹർജി വരുന്ന തിങ്കളാഴ്ച പരിഗണിക്കുമെന്ന് വിവരവുമുണ്ട്. തനിക്കെതിരായ നീക്കങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് രാഹുൽ ജാമ്യ ഹർജിയിൽ കൃത്യമായി അടിവരയിടുകയാണ്. പരാതിക്കാരുടെയും ഭർത്താവിന്റെയും രാഷ്ട്രീയ ബന്ധം ചൂണ്ടിക്കാട്ടി തനിക്കെതിരായ നീക്കം BJP CPM ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നും പറയുന്നുണ്ട്. യുവതിയാണ് സമൂഹ മാധ്യമങ്ങൾ വഴി ബന്ധമുണ്ടാക്കി സൗഹൃദമുണ്ടാക്കിയത്. ഭർത്താവ് തന്നെ ഗാർഹികമായി പീഡിപ്പിക്കുന്നുവെന്ന് യുവതി പറഞ്ഞതോടെ അനുകമ്പ തോന്നി. ഈ ബന്ധമാണ് പിന്നീട് ഉഭയസമ്മതത്തോടെയുള്ള ശാരീരിക ബന്ധത്തിലേക്ക് വളർന്നത്. യുവതി വിദ്യാസമ്പന്നയും ബന്ധത്തിലെ ശരിതെറ്റുകൾ അറിയാവുന്ന വ്യക്തിയുമാണ് എന്നത് ഇവിടെ കുറച്ചും കൂടെ കാര്യഗൗരവമായി തന്നെ എടുക്കാവുന്നതാണ്. താനാണ് ഗർഭിണിയാക്കിയത് എന്ന ആരോപണം തെറ്റാണ് എന്നും രാഹുൽ ഇതേ ജാമ്യ ഹർജിയിൽ പറയുന്നുണ്ട്. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമാണ് എന്ന് ചാറ്റുകളും ഫോൺ രേഖകളിലും നിന്നും വ്യക്തമാണ് എന്നതും ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടത് എന്നും യുവതിയും ഇത് സമ്മതിക്കുന്നുണ്ട് എന്നുമൊക്കെ പറയുന്നത്. നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്ന വാദം നിലനിൽക്കില്ല ഇത്തരത്തിൽ ഓരോ വാദഗതികളും വരുമ്പോൾ എന്നും പറയുന്നു. സ്വമേധയാണ് ഗർഭചിത്രത്തിനുള്ള ഗുളിക കഴിച്ചതെന്ന് യുവതി സമ്മതിച്ചിട്ടുണ്ട്. ഗർഭവും ഗർഭചിത്രവാദത്തിനായി സമ്മതിച്ചാൽ പോലും യുവതി സ്വമേധയാണ് അത് ചെയ്തത്. യുവതി ഭർത്താവിനൊപ്പമാണ് കഴിഞ്ഞിരുന്നത്. ആ സാഹചര്യത്തിൽ ഗർഭിണിയായതിന്റെ ഉത്തരവാദിത്തം ഭർത്താവിനാണ് എന്നും രാഹുൽ ചൂണ്ടിക്കാട്ടുകയാണ്. യുവതി ചാറ്റുകളും ഫോൺ കോളുകളും റെക്കോർഡ് ചെയ്ത് തന്റെ പ്രതിച്ഛായ നശിപ്പിക്കാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത് എന്നുമൊക്കെ കൃത്യമായി ആരോപിക്കുന്ന തരത്തിലുള്ള ഒരു ഹർജി. പോലീസിന് പരാതി നൽകാതെ ശബ്ദ സന്ദേശങ്ങളും ചാറ്റുകളും യുവതി മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുക്കുകയും ചെയ്തു. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തുടരണമെങ്കിൽ തനിക്കെതിരെ പരാതി നൽകണമെന്ന് സ്ഥാപനം പറഞ്ഞിരുന്നതായി യുവതി മുൻപ് വ്യക്തമാക്കിയിരുന്നു. ഇതിന് തെളിവായി യുവതിയുടെ ശബ്ദ സന്ദേശവും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. പോലീസിൽ പരാതി നൽകാതെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതും രാഷ്ട്രീയ താല്പര്യമാണ് സൂചിപ്പിക്കുന്നതെന്നും ഹർജി പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമാകുകയും ശബരിമല സ്വർണ്ണക്കവർച്ച ചർച്ചയാവുകയും പ്രമുഖർ അറസ്റ്റിലാവുകയും ചെയ്യുമ്പോൾ പൊതുശ്രദ്ധ തിരിക്കാനുള്ള BJP സഹായത്തോടെയുള്ള നീക്കമാണ് എന്നുകൂടി രാഹുൽ ഇവിടെ കൃത്യം ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എങ്കിൽ അത് തീർച്ചയായിട്ടും മാങ്കൂട്ടത്തിന് രക്ഷപ്പെടാനുള്ള വഴിയുമായിരിക്കും.